ഹലോ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിന്ന് രാവിലെ നീർദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നീർദോശയും ചമ്മന്തിയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതായിട്ട് അവിടെ ഫോണിലൊക്കെ കുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ടിങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും ഒരു ചേട്ടൻ താഴെ കൂടെ മൺചട്ടിയൊക്കെ ചുമന്നുകൊണ്ട് വരുന്നത് കണ്ടു കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് ഇതിലിങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഇങ്ങനെ ആൾക്കാർ വരാറുണ്ട്. അപ്പം മൺചട്ടി ഇത് ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പം മൺചട്ടി കണ്ടപ്പോൾ എനിക്കത് വാങ്ങണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം. കഴിഞ്ഞ തവണ നമ്മൾ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ മൺചട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ അത് ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് അതിനകത്ത് ചെറിയതായിട്ടിങ്ങനെ വിള്ളലുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു അത് എടുത്ത് വെക്കാം, മീനൊക്കെ വെട്ടാനായിട്ട്, ചുമ്മാ മീനൊക്കെ വെട്ടിയിടാനും കഴുകി എടുക്കാനും ഒക്കെ അത് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു മൺചട്ടി വാങ്ങാമെന്നാണ് കേട്ടോ ഫസ്റ്റ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ചേട്ടൻ ഏതായാലും കഷ്ടപ്പെട്ട് അവിടെ മുതൽ താഴെ മുതൽ ഇങ്ങോട്ട് നമ്മുടെ വീടിൻ്റെ ഇങ്ങോട്ട് വരെ നന്നായിട്ട് കയറ്റമുണ്ട് കേട്ടോ. അപ്പോൾ ആ ചേട്ടൻ അവിടെ വന്നപ്പോഴത്തേക്കും കിതയ്ക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരെണ്ണത്തിന് 170 രൂപ എങ്ങാണ്ട് ചേട്ടൻ പറഞ്ഞത് കേട്ടോ. പിന്നെ കഷ്ടപ്പെട്ട് കൊണ്ടുവന്നല്ലേ, വില കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിന് മുന്നേ ഒരു തവണ വാങ്ങിച്ചപ്പം ഇത്രയും റേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ 2-3 വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ ഒരു കലം വാങ്ങിച്ചു, പിന്നെ മോരൊക്കെ കാച്ചാനായിട്ടൊരു കുഞ്ഞു കുഴിയൻ പാത്രവും മേടിച്ചു. പിന്നെ ഒരു ചെറിയ ചട്ടിയും ഒരു വലിയ ചട്ടിയാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ ചട്ടിയൊക്കെ വാങ്ങിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും അടുത്ത് മീൻവട്ടി വന്നു കേട്ടോ. പിന്നെ റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ സാധനം വാങ്ങാനൊക്കെ എളുപ്പമാണ്. അപ്പം നമ്മൾ എന്നത്തെയും പോലെ മത്തി തന്നെയാണ് കേട്ടോ ഇന്ന് വാങ്ങിയത്. അപ്പോൾ ഇത്തവണ കൊണ്ടുവന്ന മത്തി നല്ല അടിപൊളി മത്തിയായിരുന്നു, നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ. ചില സമയത്ത് വാങ്ങുന്ന മത്തിക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാവാറില്ല. ചുമ്മാ ഇങ്ങനെ ഒരുപാട് വെളുത്തുള്ളി ഇഞ്ചി ഇട്ടാലും ഒരു ഫ്ലേവർ ഇല്ലാതിരിക്കും കേട്ടോ. ഇത്തവണത്തെ മത്തി നല്ല മത്തിയായിരുന്നു. അപ്പോൾ മത്തിയൊക്കെ നമ്മൾ വെട്ടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി അത് കറി വെക്കാനുള്ള പരിപാടിയിലേക്ക് കടക്കാം. അതിനായിട്ട് ഞാനിവിടെ ഉള്ളിയല്ല കേട്ടോ, സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ മീൻകറിക്ക് വേണ്ട പൊടികളും അവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ചട്ടി ഉദ്ഘാടനം ചെയ്യാണ്. അപ്പോൾ കഴിഞ്ഞ തവണ ചട്ടി വാങ്ങിയപ്പോൾ ആരോ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ പഴങ്കഞ്ഞി വെള്ളത്തിൽ ഇട്ട് വെക്കണം എന്ന്. അപ്പോൾ ഞാൻ തലയിൽ മുടിയിൽ പുരട്ടാനായിട്ട് പഴങ്കഞ്ഞി വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ തൽക്കാലം മൺചട്ടിയിൽ ഉപയോഗിച്ചു. എന്നിട്ട് ഒത്തിരി നേരം വെച്ചില്ല കേട്ടോ, കാരണം എനിക്കത് ഉദ്ഘാടനം ചെയ്യാനുള്ളൊരു ത്വരയുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരുപാട് നേരം വെച്ചില്ല. മീനൊക്കെ റെഡിയാകുന്നവരത്തേക്കിന് വെച്ചു കേട്ടോ. അപ്പം നമ്മൾ പുതിയ ചട്ടി ഉദ്ഘാടനം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ മീനിന് വേണ്ട സാധനങ്ങളൊക്കെ വഴറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് പൊടിയിട്ട് അതിൻ്റെ പച്ചപ്പ് മാറുന്നവരൊന്ന് ഇളക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഒന്ന് പുളിയിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. മീൻ വെട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയിട്ട് നല്ല മീനായിരിക്കും എന്ന്. കാരണം ചില മീനൊക്കെ ഇങ്ങനെ ഭയങ്കര കല്ല് പോലെ ഇരിക്കും. അത് അന്നേരം എനിക്ക് തോന്നും കേട്ടോ അത് അത്ര ശരിയായിട്ടുള്ള മീനല്ല എന്ന്. അപ്പോൾ ഇത്തവണ കിട്ടിയത് നല്ല മീനാണെന്ന് തോന്നുന്നു. പിന്നെ കുഞ്ഞാപ്പിക്കും ആബിക്കും വേണ്ടത് ഞാൻ സെപ്പറേറ്റ് വറക്കാനായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് അധികം മുളക് ഐറ്റംസ് ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ മീൻകറി ഒരു സ്ഥലത്തിരുന്ന് തിളയ്ക്കുന്നുണ്ട്. നമ്മുടെ ചോറ് തൊട്ടടുത്ത അടുപ്പിൽ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഊറ്റാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇച്ചിരി പച്ച വെളിച്ചെണ്ണ ഒഴിച്ചത് വാങ്ങുകയാണ് കേട്ടോ, വേറെ പരിപാടിയൊന്നുമില്ല. അപ്പം കുഞ്ഞാപ്പിക്ക് വേണ്ട മീൻ, കുഞ്ഞാപ്പിക്ക് അവിക്കുട്ടനുമുള്ള മീനാണ് കേട്ടോ അത്. 2 പേർ കൂടെ അധികം ഫ്ലേവറൊന്നുമില്ല കേട്ടോ. പിന്നെ ഇത് ഇന്നലത്തെ വാഴയ്ക്കാപ്പൊതേനാണ് കേട്ടോ. അത് ഞാൻ ഇന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇനി വൈകിട്ട് പാവയ്ക്കത്തോരൻ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതായിട്ട് അവിടെ നിന്ന് ചോറൊക്കെ ഉണ്ടാണ്. ഞങ്ങൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കിനും ചോറൂണ് പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടായി അപ്പുറം കിടന്നുറങ്ങാണ് കേട്ടോ, TV ഒക്കെ കണ്ടിട്ട്. ആ സമയത്തിന് ഞാനും അബിയും കുഞ്ഞാപ്പിയും കൂടെ ക്ലീനിങ്ങിന് കയറിയതാണ്. ഇനിയിപ്പോൾ ഉച്ച കഴിഞ്ഞ് ഫുള്ള് ക്ലീനിങ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഒരു ലോഡ് തുണി ഉണ്ടായിരുന്നു മടക്കാനായിട്ട്. രാവിലെ ഞാൻ കുറേ തുണി കഴുകിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ അലക്കിയ തുണിയൊക്കെ ഞാൻ വെളിയിൽ കസേര കൊണ്ട് ഇട്ടേക്കുമായിരുന്നു കേട്ടോ, കാരണം എനിക്ക് മടക്കാനുള്ള സമയം കിട്ടിയില്ല. അപ്പം ഞാൻ ഓർത്ത് ഏതായാലും ഒരുപാട് തുണിയുണ്ട് മടക്കാനൊക്കെ കേട്ടോ. അപ്പോൾ അലമാരിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അലമാരിയിൽ ഞാൻ എത്ര അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടാ രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി ഷർട്ട് എടുക്കുന്നതാണ് ഏറ്റവും അടിയിൽ നിന്ന് അങ്ങ് വലിച്ചെടുക്കും കേട്ടോ. അപ്പോൾ പിന്നെ മൊത്തം കുഴഞ്ഞ് മറിഞ്ഞ് പിന്നെയും കിടക്കും. അപ്പോൾ പിന്നെ എനിക്ക് സമയം കിട്ടുന്ന പോലെ ഞാൻ പിന്നെ അടുക്കി പെറുക്കിയൊക്കെ വെക്കാറുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ഏട്ടായിക്ക് കൊണ്ടുപോകാനൊക്കെ എടുത്ത് വെളിയിൽ വെച്ചേക്കും ചില സമയത്ത് ഞാൻ മറന്നു കേട്ടോ. രാവിലെ എടുത്ത് തരാമെന്ന് പറയും, പക്ഷെ ഞാൻ ഉറങ്ങിപ്പോകും കേട്ടോ. അപ്പോൾ ഏതായാലും അലമാരിയും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അലമാരി ഇരുന്ന സകല തുണിയും വലിച്ച് വെളിയിലിട്ടു കേട്ടോ. അപ്പോൾ അതെല്ലാം മടക്കുന്നുണ്ട്. പിന്നെ അബിയുടെയും കുഞ്ഞാപ്പിയുടെയും ഒക്കെ കൂടെ സെപ്പറേറ്റ് മാറ്റി വെക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇട്ട് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് എടുക്കാൻ നോക്കുമ്പോഴത്തേക്കും കാണത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും എല്ലാം സെപ്പറേറ്റ് മാറ്റി വെക്കാമെന്ന് വിചാരിക്കുകയാണ്.
അപ്പോൾ നമ്മൾ വേഗം തുണിയൊക്കെ മടക്കിയിട്ട് ഇനി അടുത്ത പരിപാടിയിലേക്ക് കടക്കണം. അപ്പോൾ ഫുള്ള് ക്ലീനിങ് ആണ് ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്. വൈകിട്ട് വരെ ക്ലീനിങ് ആണ്. പിന്നെ കുറച്ച് നന്നാറിയുടെ വേര് പറിക്കാൻ പോകണമെന്നുണ്ട് കേട്ടോ. സമയം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. പക്ഷേ എൻ്റെ പണികൾക്കിടയിൽ കുറേ സമയം ചുമ്മാ ലാഗിടിച്ച് പോകട്ടോ. കാരണം ഇവന്മാർ ഭയങ്കര ബഹളമായിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ജനലിലൊക്കെ വലിഞ്ഞു കയറും. നമ്മുടെ കണ്ണ് തെറ്റി എന്തേലും ഒപ്പിക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ തുണികളെല്ലാം മടക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അലമാരിയിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട്, പ്രത്യേകിച്ച് എൻ്റെ മേക്കപ്പ് ഐറ്റംസ് വെക്കുന്ന കള്ളിയിലാണ് കേട്ടോ. അലമാരിയൊക്കെ കാണിക്കുന്നതിന് വിരോധമൊന്നുമില്ല, കാരണം അതിനകത്തൊന്നും കാര്യമായിട്ടില്ല, മൊത്തം തുണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് ഇരിക്കുന്ന ആ കള്ളിയിൽ മാത്രം ഭയങ്കര പൊടി കേട്ടോ, പൗഡറൊക്കെ വീഴും. അതുകൊണ്ട് അപ്പോൾ സിന്ദൂരവും അതൊക്കെ വീഴുന്നുണ്ട്. അലമാരിയൊക്കെ ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജനൽപ്പാളികളൊക്കെ ഒന്ന് തുടയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അവിടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ടായിരുന്നില്ലേ റൂമിൽ, അതൊക്കെ ഒന്ന് തുടയ്ക്കണം. ഫാനൊക്കെ തുടയ്ക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ അലമാരിയുടെ മണ്ട ഭാഗം കൂടെ ഒന്ന് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെയാണ് ഏറ്റവും കൂടുതൽ പൊടി വരുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. പക്ഷെ ഞങ്ങളുടെ ഈ മുറിയിൽ മാത്രം ഭയങ്കരമായിട്ട് പൊടി വരുന്നുണ്ട്. ആ സമയത്ത് ഞാനത് എടുത്ത് നോക്കിയപ്പോഴാണ് കേട്ടോ അറിഞ്ഞത്, അതിനകത്ത് ഒരു മണി പ്ലാന്റിൻ്റെ ഒരു തൈ അഴുകി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒത്തിരി വെള്ളം ചെന്നിട്ടാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ 1-2 വാടിയൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് സമയം കിട്ടാറില്ല ചില സമയത്ത്. പിന്നെ സമയം കിട്ടുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ഓർക്കും കേട്ടോ, കുറച്ച് നേരം എവിടെയെങ്കിലും കിടക്കാമെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ചില സമയത്ത് അതും പറ്റാറില്ല കേട്ടോ. കാരണം കുഞ്ഞാപ്പി ഉറങ്ങുമ്പോൾ അബി ഉറങ്ങില്ല, അബി ഉറങ്ങുമ്പോൾ കുഞ്ഞാപ്പി ഉറങ്ങില്ല. അപ്പം നമുക്ക് അതിനകത്ത് റെസ്റ്റൊന്നും കിട്ടില്ല കേട്ടോ. അപ്പം നമ്മളിത് ആ തുണിയൊക്കെ മടക്കി റെഡി ആക്കിയിട്ടുണ്ട്. അലമാരിയൊക്കെ അടച്ച് വെക്കുകയാണ്. ഇനി കുറച്ച് ചുക്കിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടില്ല, കുറച്ച് അവിടെ ഇവിടെയൊക്കെ. ചുക്കിരിയേക്കാളും കൂടുതൽ ഈ റൂമിൽ എപ്പോഴും ഞാൻ നോക്കിയാൽ കാണുന്നത് കുറച്ച് പൊടികളായിരിക്കും കേട്ടോ. ഭയങ്കരമായിട്ടും പൊടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കട്ടിലിൻ്റെ അടിവശമൊക്കെ ഒന്ന് കട്ടിലൊക്കെ മാറ്റിയിട്ടൊന്ന് അടിച്ച് തൂത്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം വിശദമായിട്ട് കാണിക്കുന്നില്ല കേട്ടോ, കാരണം എൻ്റെ മിക്ക വീഡിയോയിലും ഈ ക്ലീനിങ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാം തൂത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നേലും തയ്യൽ മെഷീൻ കിട്ടിക്കഴിയുമ്പോൾ തയ്ക്കാനുള്ള തുണിയൊക്കെ അവിടെ ലോഡ് കണക്കിന് അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ കുറേ അലമാരിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറേ തുണികൾ ഞാനിങ്ങനെ മാറ്റി വെച്ചിരുന്ന ഈയിടെ ഒരു അനാഥ മന്ദിരത്തിൽ നിന്ന് ഇങ്ങനെ പ്രായമായ അമ്മച്ചിനെ അപ്പച്ചമാരെയൊക്കെ സംരക്ഷിക്കുന്ന സ്ഥലത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അവർ പഴയ തുണികളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. കാരണം കിടപ്പ് രോഗികളൊക്കെ തൂക്കാനൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഞാൻ കുറേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്, ഇപ്പം നമ്മുടെ റൂമൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബെഡ്റൂം ക്ലീൻ ആയിട്ടുണ്ട്. ഇനി ബെഡ്ഷീറ്റൊക്കെ ഞാൻ ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് വിരിക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. പിന്നെ കുറച്ച് തുണിയൊക്കെ ഞാൻ ഇപ്പുറത്തോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം അപ്പുറത്തെ മുറി തുടയ്ക്കാമെന്ന് വിചാരിക്കുകയാണ്. ജനൽ കമ്പിയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ മുറിയിൽ അധികം പൊടി വരുന്നില്ല. അപ്പുറത്തെ ഞങ്ങളുടെ മുറിയിലാണ് കേട്ടോ കൂടുതലും പൊടി വരുന്നത്. എനിക്ക് തോന്നുന്നു ആ മുറിയിലായിരിക്കും 24 hours ഫാൻ ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പൊടി വരുന്നതെന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ ഫാനൊക്കെ ഞാൻ തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം തറയൊക്കെ ഒന്ന് അടിച്ച് വരാൻ മതി. ഈ മുറിയിൽ അധികം പരിപാടിയില്ല കേട്ടോ. അപ്പോൾ ഇതാ ജനലൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. അവിടെ അധികം പൊടിയില്ല എന്നല്ലേ, ഏതായാലും തൂത്ത് തുടച്ചെടുക്കുകയാണല്ലോ. അപ്പോൾ പിന്നെ അവിടെയും കൂടെ തൂത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തറയൊക്കെ ഒന്ന് അടിച്ച് തൂത്ത് വാരിയിട്ടോ. കട്ടിലൊക്കെ മാറ്റി നന്നായിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതൊന്ന് തൂത്ത് കൊടുക്കട്ടെ. മൊത്തം അടിച്ച് വാരി എല്ലാം ക്ലീൻ ചെയ്തിട്ടൊന്ന് തൂത്ത് കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ തിണ്ണ മാത്രം ഞാൻ നന്നായിട്ടൊന്ന് കഴുകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ആ മുറിയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റിയിടുകയാണ്. ഇനിയിപ്പോൾ തിണ്ണ കഴുകാനായിട്ട് ഇറങ്ങുകയാണ് കേട്ടോ. തിണ്ണ കഴുകുന്നതിന് മുന്നേ കുഞ്ഞാപ്പിനെ അഭിനെ അകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് കേട്ടോ. ഏട്ടാ അവിടെ ഉണ്ട്. അപ്പോൾ തിണ്ണ മാത്രം ഒന്ന് അടിച്ച് തൂത്ത് നന്നായിട്ട് ചൂല് വെച്ച് കഴുകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. കുറേ നാളായി തിണ്ണ കഴുകിയിട്ട്. പിന്നെ റൂമൊക്കെ നമുക്ക് അങ്ങനെ വെള്ളം പോകാനുള്ള സൗകര്യക്കുറവുണ്ടല്ലോ. തിണ്ണയാകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ച് തേച്ച് കഴുകുന്നുണ്ട്. പിന്നെ നമ്മുടെ തിണ്ണയുടെ ബർത്ത് പോലുള്ള ഭാഗം കൂടി തേച്ച് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തിണ്ണ നന്നായിട്ട് തേച്ച് വരച്ച് കഴുകുന്നുണ്ട്. പിന്നെ പെയിൻ്റൊക്കെ പോയതിൻ്റെ കുറച്ച് ഭംഗികളുണ്ട്. അത് എപ്പോഴേലും എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് അവിടെ കൂടെ ഒന്ന് ക്ലീൻ ആക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ തിണ്ണയൊക്കെ അടിച്ച് വാരി തൂത്ത് കഴുകിയിട്ട് ഞാൻ പിന്നിപ്പം റൂമെല്ലാം ഒന്ന് തൂക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ തൂക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡൈനിങ് ഹാൾ അടിച്ച് വാരി തൂക്കുന്നുണ്ട്. പിന്നെ അവിടെ ജനലയിലൊക്കെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ നമ്മുടെ അടുക്കളയിലേക്ക് വന്നു കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കടുകൊക്കെ പൊട്ടിയതിൻ്റെ അതും ഇതും അങ്ങനെയൊക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സ്ഥലമായതുകൊണ്ട് അവിടെ എന്തെങ്കിലുമൊക്കെ പൊട്ടും പൊടിയൊക്കെ കാണും കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ആ വട്ടത്തിലുള്ള റിങ്ങും അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണ്. ഇനി കുറച്ച് പാത്രങ്ങളൂടെ കഴുകാണ്ട് അതൊക്കെ കഴുകി ഇപ്പറക്കി വെച്ചിട്ട് മുറ്റമൊക്കെ ഒന്ന് തൂക്കാൻ പോകണം. അപ്പോൾ ഇപ്പോൾ തന്നെ 4-4:30 ആയിട്ടോ. ഇനി ഇതിനിടയ്ക്ക് ഏട്ടയ്ക്ക് ഞാൻ ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇനി വൈകിട്ടേട്ടെ കടയ്ക്കൊക്കെ ഒന്ന് പോയിട്ട് വരും.
കൂട്ടുകാരെയൊക്കെ കാണും. 1-2 കൂട്ടുകാരൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരെയൊക്കെ കണ്ടിട്ട് വരും. ആ സമയത്തിന് ഞാൻ അടിച്ച് വാരി ഈ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് കുളിച്ച് കയറണം എന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വാഷ് ബേസിൻ്റെ അവിടെയും കൂടെ ഒന്ന് നന്നായിട്ട് കഴുകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഷ് ബേസിനൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. നല്ല ഡിഷ് വാഷൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുപ്പിൻ്റെ അവിടെയൊക്കെ ഒന്ന് തൂത്ത് കൊടുക്കുകയാണ്. അടുപ്പിൻ്റെ അടിയും ഗ്യാസ് സ്റ്റൗവും ഒക്കെ തൂത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയൊക്കെ ഒന്ന് നന്നായിട്ട് തൂത്ത് കൊടുക്കുകയാണ് കേട്ടോ. അടിച്ചു വാരി തൂത്ത് അവിടെ കൂടെ കൊടുക്കുന്നുണ്ട്. ഡെറ്റോളൊക്കെ ഇട്ട് ഒന്ന് തൂത്തെടുക്കുന്നുണ്ട് കേട്ടോ. മീനൊക്കെ വെട്ടിയതുകൊണ്ടേ അതുകൊണ്ട് നന്നായിട്ട് ക്ലീൻ ആക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് മുറ്റമൊക്കെ അടിച്ചു വാരി കരിയിലേക്ക് കത്തിച്ചു. പിന്നെ വൈകിട്ടായപ്പോഴത്തേക്കിന് നന്നായിട്ട് കരിയിലുണ്ട്. ഇപ്പോൾ കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വെള്ളം ഒഴിച്ചു. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂം ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹാർപ്പിക്കൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. ഭിത്തിയൊക്കെ നന്നായിട്ട് തേച്ച് വരച്ച് കഴുകുന്നുണ്ട് കേട്ടോ. അതിന് തന്നെയായിട്ട് ഞാനൊരു സ്ക്രബ്ബർ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ബാത്റൂം ക്ലീൻ ചെയ്യുമ്പം ഹാർപ്പിക്കിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമല്ല. കാരണം അതുകൊണ്ട് ഞാൻ ഹാർപ്പിക്കൊക്കെ ഇട്ട് കഴുകി കഴിഞ്ഞിട്ട് ഞാൻ പുൽത്തൈലൊക്കെ ഒഴിച്ച് ഒന്നുകൂടെ കഴുകും കേട്ടോ. അപ്പോൾ നമ്മൾ ബാത്റൂമിൻ്റെ പരിപാടികൾ കഴിഞ്ഞു. എല്ലാം ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇച്ചിരി നന്നാറ് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിൽ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ മുഴുവനായിട്ട് അങ്ങനെ പറിച്ച് സൂക്ഷിക്കാറില്ല. ആവശ്യം വരുമ്പം അതിൻ്റെ പോയി വേര് 1-2 കുഞ്ഞ് പീസ് കട്ട് ചെയ്തെടുക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത് മോരിലിടാൻ വേണ്ടിയാണ് കേട്ടോ. നന്നാറിയുടെ കുഞ്ഞ് വേര് പറിച്ചെടുക്കുന്നുണ്ട്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പയറുവിത്തൊക്കെ ഇരിക്കുന്നുണ്ട്. അതൊന്ന് പാകത്തിനാക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അതിനായിട്ട് നമ്മൾ ട്രേ ഇല്ലേ, അതിന് പകരമായിട്ട് ഇങ്ങനെ വാഴയില വെച്ചിട്ട് അതിനകത്തേക്ക് മണ്ണ് നിറയ്ക്കും. മണ്ണ് നിറച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ ഈ വിത്തിട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു 2-4 ഇല ആകുമ്പോഴത്തേക്കിനും നമുക്ക് പറിച്ച് മാറ്റി നടാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഞാനത് 2-3 ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ വലിയ ഡ്രൈയിൽ നിന്ന് മാറ്റി ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇതാകുമ്പോൾ നമുക്കിത് കളയാണ്ട് വേര് പൊട്ടാണ്ട് അതേപടി എടുത്ത് നമുക്ക് നടാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് കേട്ടോ പയറുവിത്ത്. 2-3 പയറുവിത്തുണ്ട്, പാവയ്ക്ക കുരുണ്ട്, പിന്നെ നമ്മുടെ സീതപ്പഴത്തിൻ്റെ ഒരു കുരു കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് പാകമാണ് ഞാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. ഇപ്പോൾ തന്നെ വീഡിയോ ഒത്തിരി ലെങ്തായെന്ന് തോന്നുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.